പേപ്പർ കൊടുക്കണോ? എനിക്ക് ഒപ്പിടണ്ടേ? സമയം കളയാനില്ല. തീർച്ചയായിട്ട് വരിക. ഇത്രയൊന്നും പോരാ, കുറെ വേണം. ഒരു ദിവസം ഒരു 10,000 ഒപ്പിട്ടിട്ട് ഗിന്നസ് ബുക്കിൽ കയറാനുള്ളതാ. 10,000 ഒപ്പോ? മാഡം, ഈ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ആണെങ്കിലും ഒന്നുമില്ല, നമുക്ക് ഇവിടുത്തെ ഫയൽ എല്ലാം എടുത്തിട്ട് എല്ലാം പിടിപിടുന്നതിന് ഒപ്പിടാം. അതെ അതെ, എന്റെ ഒരു പഴയ ബില്ല് കൂടെ അതും കൂടി ഒന്ന് ഒപ്പിടണം. അത് എടുത്തിട്ട് വരട്ടെ? എടുത്തിട്ട് വരാം. ബാക്കി പേപ്പറും കൂടി മേടിച്ചോണ്ട് വാ. ഇല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്തോളാം. പറഞ്ഞേക്കാം. തന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യും. അയ്യോ, എന്നെ തന്നെ ഞാൻ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്യും. കേട്ടല്ലോ? പെട്ടെന്ന് സംഗതിയൊക്കെ പോയി. സാറ് ഇവിടെ വന്നപ്പോ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. അല്ല, അതിനെ ഞങ്ങൾ ലീഡ് കൊണ്ട് തന്നല്ലോ. അതല്ല ഒരു മാഡത്തിനെ അങ്ങനെ ഒരു ഇത് ആണല്ലോ, ഒരു പ്രശ്നം ഉള്ള പോലെ ഉണ്ടല്ലോ മാഡത്തിന്. പ്രശ്നം അല്ല, ഈ ഭ്രാന്തിന്റെ പോലെ. നിങ്ങളൊന്നും മിണ്ടായിരിക്കണം. അത് വലിയ പ്രശ്നമൊന്നുമല്ല. അത് ഈ പ്രസവത്തിന് ശേഷം ചില സ്ത്രീകൾക്ക് ഉണ്ടാകാറുള്ളതാണ്. വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഈ പേപ്പറുകളൊക്കെ അങ്ങനെ ഒപ്പിട്ട് പോകുമ്പോഴേ ഈ കംപ്ലൈന്റ് ഉള്ള പേപ്പറൊക്കെയാണ് ഇപ്പൊ ഒപ്പിടുന്നത്. സാരമില്ല, അതിപ്പോ ഉടനെ മാറും. ഓഫീസേഴ്സൊക്കെ അറിഞ്ഞാൽ ചിലപ്പോ. അത് സാറേ കുഴപ്പമില്ല, കുറച്ച് ഒരാഴ്ചയും കൂടെ ഇവിടെ ഉണ്ടായിക്കോട്ടെ. നിങ്ങൾ എന്ത് വർത്താനം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒപ്പിട്ടിട്ട് എന്റെ സന്തോഷമല്ലേ നിങ്ങൾ പറഞ്ഞത്? അതല്ലത്, എന്റെ 2-3 സുഹൃത്തുക്കളുടെയും കൂടി ഒപ്പിടാൻ ബാക്കിയുണ്ട്. എന്താ പറഞ്ഞത്? അല്ല, ഇതിപ്പോ വീട്ടിലിപ്പോ എങ്ങനെ മാനേജ് ചെയ്യും? വീട്ടില് ഇങ്ങോട്ട് എന്ത് പറഞ്ഞാലും എതിർത്ത് മറ്റൊന്നും പറയാതിരുന്നാൽ മതി. അതങ്ങ് സമ്മതിച്ചു കൊടുത്താൽ മതി. ഒരു പ്രശ്നമില്ല. ഈ വയലന്റ് ആവൂ? വയലന്റ് ആയാല് സഹിക്കണം, കുഴപ്പമില്ല. നമ്മള് തിരിച്ച് വയലന്റ് ആവാതിരുന്നാൽ മതി. ഒരു മാസം കൊണ്ട് ശരിയാവുന്ന ഡോക്ടർ പറഞ്ഞു. ഒരു കൗൺസിലിംഗ് കഴിഞ്ഞല്ലോ. അല്ല, അപ്പൊ അതുവരെ വീട്ടിൽ തന്നെയാണ് നല്ലത്. അല്ല, ഇവിടെ പറ്റില്ല. ഇവിടെ വരണമെന്നുള്ള നിർബന്ധമാണ്. അത് അംഗീകരിച്ചില്ലേ പ്രശ്നമാണ്. അതെ അതെ അതെ, ഇവിടെ വരിക നല്ലത്. അതെ സാറേ, എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് ഉപ്പിടാൻ മാത്രം ഫയലൊന്നും ഇവിടെ ഇല്ല. ഇതിലും നല്ല കുറേ ഫയലുള്ള ഏതെങ്കിലും ഓഫീസിൽ പോകണം. ഇതിലൊന്നും ഒന്നുമില്ല. ഇതെന്താണോ കാണിക്കണേ? സാറ് നമ്മുടെ ഒബ്ജക്ഷനായ ഫയലൊക്കെ ഇങ്ങ് എടുത്തേ. എന്തിനാ? നമ്മുടെ മണ്ടോദരി മാഡത്തിനെ കൊണ്ട് ഒപ്പിട്ട് മേടിക്കാൻ. ഒന്നും മിണ്ടായിരിക്കണം. മേഡം ഇവിടുന്ന് ഒപ്പിട്ട് തരാനാ? ഇതൊക്കെ ഇതൊക്കെ മേഡം എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ ഫയലുകളാണ്. അപ്പൊ സാറൊന്നും അറിഞ്ഞില്ലായിരുന്നോ? എന്തേ? നമ്മുടെ മണ്ടോദരി മാഡത്തിന് വട്ടോ? ഡെലിവറിക്ക് ശേഷം ഉണ്ടാവുന്ന വട്ട്. ഡെലിവറിക്ക് ശേഷം ചിലർക്ക് ഡിപ്രഷൻ അടിച്ച് അങ്ങനെ ഉണ്ടാവും. ഇത് വെറുതെ ഉള്ള വട്ടുമല്ല, ഒപ്പിടൽ വട്ടാണ്. ഒപ്പിടൽ. ഇപ്പൊ മണ്ടോദരി മാഡത്തിന്റെ വീടിന്റെ ആധാരം നമ്മുടെ പേർക്ക് ആക്കാൻ വേണ്ടിട്ട് ഒരു എഗ്രിമെന്റ് കൊടുത്തിരുന്നാലും മണ്ടോദരി മാഡം ഒപ്പിട്ട് തരും. അതെയോ? എടോ, അങ്ങനെയാണെങ്കിലേ അടുത്ത വർഷം ഞാൻ പെൻഷൻ ആവുകയാണല്ലോ. എന്റെ പെൻഷൻ പ്രായം ഒരു 5 വർഷം കുറച്ചു തരാൻ പറഞ്ഞിട്ട് കൊടുത്താൽ ഒപ്പിടും. അതും അതിനപ്പുറം ഒപ്പിടും. പക്ഷെ സാറിന്റെ ഭാര്യ പത്മാവതി ടീച്ചർ പെൻഷനായിട്ടും സാറ് പെൻഷൻ ആവാതിരുന്ന നാട്ടുകാർ സാറിന്റെ പുറത്ത് കയറി ഒപ്പിടും. പിന്നെ ജയിൽ ചപ്പാത്തിയായി. അപ്പൊ അത് വേണ്ട. അല്ല, വേണമെങ്കിൽ അല്ല, അത് വേണ്ട. നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നിങ്ങൾ ആ ഒബ്ജക്ഷനെ ഫയൽ ഒരു മിനിറ്റ് അതൊക്കെ വെക്കാം. ഹലോ, കോൺട്രാക്ടർ സുമേഷൻ. സാറേ, ഇത് ഞാനാണ്, സുഗതൻ. സാറിൻ്റെ സാങ്ഷൻ ആവാനുള്ള പേപ്പറൊക്കെ കൊടുത്തോളൂ, ഒന്ന് ഒപ്പിട്ട് തരാം. ഇന്ന് റെഡിയാക്കി തരാം. പിന്നെ കാണണം. എത്രയാണോ? ഒരു മിനിറ്റ്. എത്ര പറയാം? സാറേ, ഒരു 25,000 റുപ്യ എന്നാ മതി. പേപ്പറായിട്ട് വന്നോളൂ. ഓക്കെ. കുറഞ്ഞോ? പിന്നെ കുറഞ്ഞില്ലേ? പിന്നെ നീ ഇങ്ങനെ കാണിച്ചതോ? ഞാൻ നിക്ക് പിന്നെ പറയാനാണ് പറഞ്ഞത്. അല്ല, 25 പോട്ടെ. നീ ഒരു കാര്യം ചെയ്യും, ഒരു 500 റുപ്യ ഇതിൽ റീചാർജ് ചെയ്യും. നമ്മുടെ ഇവിടെ ഫയൽ പാസ്സാവാനുള്ള എല്ലാ കോൺട്രാക്ടർമാരെയും വിളിച്ച് നമുക്ക് പറയാം. ഇതിൻ്റെ ഇടയിൽ തന്നെ എന്നെ കൊണ്ട് 500 രൂപയ്ക്ക് ചാർജ് ചെയ്യിപ്പിക്കണം. കാശ് കിട്ടിയ ശരിയാക്കാലോ. പിന്നെ ഇത് നമ്മുടെ സൂപ്രണ്ട് അറിയണ്ട, കോൺട്രാക്ടർമാരെ വിളിച്ചത്. ഒരു മെയിൻ ഷെയർ കൊടുക്കേണ്ടി വരും. സൂപ്രണ്ട് അറിഞ്ഞെന്നാണ് തോന്നുന്നത്. അതെങ്ങനെ? ഞാൻ വിളിച്ചിട്ടില്ലോ. നീ ആദ്യം ഇതൊക്കെ കൊണ്ടുപോയി ഒപ്പിടി. ഇതേ നമ്മുടെ മറ്റേ ഫയൽ. ഇത് ഒപ്പിട്ടിട്ടേ രക്ഷപ്പെട്ടു. ബാക്കിയുള്ള ഫയലും കൂടി എടുത്തു പോയി ഞാൻ ഇപ്പോൾ വന്നെടുക്കാം.